നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയ്ക്കാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അത്. ഭാരതവും റഷ്യയും തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന് പുതിയ ഊർജവും ദിശാബോധവും നൽകുന്ന ഒന്നാണ് ആ കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക സന്ദേശവുമായാണ് എസ് ജയശങ്കർ പുടിനെ കണ്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം വലിയ തോതിൽ വളർന്നു കഴിഞ്ഞു എന്ന സന്ദേശം ഈ കൂടിക്കാഴ്ച അടിവരയിടുന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചയിലെ ഏറ്റവും നിർണായകവും ലോകം ഉറ്റുനോക്കുന്നതുമായ പ്രഖ്യാപനം എന്തെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇനി നടക്കാൻ പോകുന്ന 3 വൻ കൂടിക്കാഴ്ചകളെക്കുറിച്ചുള്ള സൂചനകളാണ്. വരും മാസങ്ങളിൽ ലോക രാഷ്ട്രീയത്തിന്റെ ഗതി നിയന്ത്രിക്കുന്ന 3 നിർണായക വേദിയിലാണ് മോദിയും പുടിനും നേരിട്ട് കണ്ടുമുട്ടാൻ പോകുന്നത്. എസ് ജയശങ്കർ നടത്തിയ പ്രതികരണത്തിൽ ഈ 3 കൂടിക്കാഴ്ചകളെയും കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചകളിൽ ഒന്നാമത്തെ കൂടിക്കാഴ്ച SCO ഉച്ചകോടി അഥവാ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയാണ്. മേഖലയിലെ സെക്യൂരിറ്റിയും ഏഷ്യൻ മേഖലയിലെ സഹകരണവും ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ ഇരു നേതാക്കളും മുഖാമുഖം കാണും. രണ്ടാമത്തെ കൂടിക്കാഴ്ച ഇന്ത്യയിലെ ബ്രിക്സ് ഉച്ചകോടിയാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയാണ് രണ്ടാമത്തേത്. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിൽ പങ്കെടുക്കുന്നതിനായി വ്ളാഡിമിർ പുടിനെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചു കഴിഞ്ഞു. ഡൽഹിയുടെ മണ്ണിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ പ്രാധാന്യമാണുള്ളത്. മൂന്നാമത്തെ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും പരസ്പര സൗകര്യമനുസരിച്ച് നടക്കാൻ പോകുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് മൂന്നാമത്തേത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗത ഉഭയകക്ഷി ബന്ധത്തിന്റെ ഏറ്റവും ഉയർന്ന വേദിയാണിത്. ഈ 3 കൂടിക്കാഴ്ചകൾ വെറുമൊരു ഔദ്യോഗിക ചടങ്ങുകളല്ല, മറിച്ച് നിലവിലെ സങ്കീർണമായ ലോക സാഹചര്യങ്ങളിൽ ഭാരതവും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം എത്രത്തോളം ശക്തമാണെന്ന് ആഗോള ശക്തികൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന ഒന്നാണ്. ഇവിടെയാണ് രാഷ്ട്രീയപരമായി ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ഉയർന്നു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെയും വിദേശ നേതാക്കളുമായുള്ള വ്യക്തിപരമായ ആലിംഗനങ്ങളെയും സൗഹൃദ പ്രകടനങ്ങളെയും ഡിപ്ലോമസി എന്ന് പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. മോദിയുടെ ഈ വ്യക്തിപരമായ നയതന്ത്രം വെറുമൊരു കാപട്യമാണെന്നും അതിൽ കഴമ്പില്ലെന്നുമായിരുന്നു രാഹുലിന്റെ ആക്ഷേപം. എന്നാൽ മോസ്കോയിൽ വെച്ച് വ്ളാഡിമിർ പുടിൻ നടത്തിയ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കുള്ള കൃത്യമായ മറുപടിയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ പരസ്യമായി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര വിനിമയം വലിയ തോതിൽ വർദ്ധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതിന്റെ പ്രധാന ക്രെഡിറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. റഷ്യ ഇന്ത്യ ബന്ധം വളർത്തുന്നതിൽ അദ്ദേഹം വ്യക്തിപരമായ ശ്രദ്ധയും താൽപ്പര്യവുമാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധി കളിയാക്കാൻ ശ്രമിച്ച അതേ പേഴ്സണൽ ഡിപ്ലോമസി അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ കേന്ദ്രീകരിച്ചുള്ള നയതന്ത്രം തന്നെയാണ് 2 വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധം ഇത്രയും ഊഷ്മളമാക്കിയതെന്ന് റഷ്യൻ പ്രസിഡന്റ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. വിദേശ നയത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് രാജ്യത്തിന് വലിയ രാഷ്ട്രീയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നതിൻ്റെ തെളിവാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഈ വാക്കുകൾ. പ്രതിപക്ഷത്തിന്റെ പരിഹാസ നാടകങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മോദിയുടെ നയതന്ത്ര ശേഷിയുടെ പ്രാധാന്യം ആഗോളതലത്തിൽ വീണ്ടും ഉയർത്തിക്കാട്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ യോഗത്തിന് ശേഷമാണ് എസ് ജയശങ്കർ പ്രസിഡന്റ് പുടിനെ കണ്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സൗഹൃദം മുൻപെങ്ങുമില്ലാത്ത വിധം വളർന്നു എന്ന് യോഗത്തിന് ശേഷം എസ് ജയശങ്കർ വ്യക്തമാക്കി. പ്രധാനമായും 5 മേഖലകളിലാണ് നിലവിൽ ഇന്ത്യയും റഷ്യയും കൈകോർത്ത് മുന്നേറുന്നത്. ഉപരോധങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം റെക്കോർഡ് ഉയരത്തിലാണ്. ഇന്ത്യയുടെ ഊർജ സുരക്ഷയിൽ റഷ്യൻ അസംസ്കൃത എണ്ണ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇന്ത്യൻ കർഷകർക്ക് ആവശ്യമായ വളം ഉറപ്പാക്കുന്നതിൽ റഷ്യ നൽകുന്ന പിന്തുണയും വളരെ വലുതാണ്. അതേപോലെ കൂടംകുളം ആണവ നിലയം ഉൾപ്പെടെയുള്ള ആണവ ഊർജ പദ്ധതികളിലെ സഹകരണവും വളരെ വലിയ നീക്കമാണ്. പ്രാദേശിക കറൻസികളിലുള്ള വ്യാപാരവും പുതിയ വിതരണ ശൃംഖലകളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്.
പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഭാരതം തങ്ങളുടെ വിദേശനയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് മോസ്കോയിൽ നിന്ന് പുറത്തുവരുന്നത്. തന്ത്രപരമായ പങ്കാളിത്തത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇന്ത്യ വീണ്ടും തെളിയിക്കുകയാണ്. ഒരു വശത്ത് രാഹുൽ ഗാന്ധിയെപ്പോലുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് വ്ളാഡിമിർ പുടിനെ പോലുള്ള ലോക നേതാക്കളുടെ പ്രശംസയും പുറത്തു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും തമ്മിൽ നടക്കാൻ പോകുന്ന വരാനിരിക്കുന്ന 3 കൂടിക്കാഴ്ചകൾ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാകും എന്നതിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദവും സഹകരണവും വരും കാലങ്ങളിലും കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകും എന്ന് തന്നെയാണ് റഷ്യയിൽ നിന്നുള്ള ഈ സന്ദേശം നമ്മളോട് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.